നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പവർ മെക് പ്രോജക്റ്റ് ലിമിറ്റഡ്. പവർ മെക് ഇന്ന് 3.38% ഉയർന്ന് 4290 ക്ലോസിംഗ് നൽകി. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.28. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 5069. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിക്ക് 2000 കോടി രൂപയ്ക്ക് മുകളിലുള്ള വർക്ക് ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ആന്ധ്രാപ്രദേശിലെ ഒരു കോൾ പവർ പ്ലാന്റിൻ്റെ റിവൈവൽ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടിയും കൂടാതെ റിവർ ബെഡ് മിനറൽ മൈനിങ്ങിന് വേണ്ടിയുമുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ടോട്ടൽ ഓർഡർ സൈസ് 2192 കോടി. ആന്ധ്രാപ്രദേശിലെ തമ്മിനിപട്ടണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 2x150 മെഗാവാട്ട് 2x350 മെഗാവാട്ട് ശേഷിയുള്ള കോൾ ഫയർഡ് പവർ പ്ലാന്റിൻ്റെ റിവൈവൽ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. 657 കോടി രൂപയുടെ ഓർഡറാണ് മീനാക്ഷി എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും പവർ മെക് പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഇതുകൂടാതെ ഡെറാഡൂൺ, ഹരിദ്വാർ, ഉധം സിംഗ് നഗർ, നൈനിറ്റാൾ തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകളിലെ റിവർ ബെഡ് മിനറൽ മൈൻ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് 1517 കോടി രൂപയുടെ മറ്റൊരു ഓർഡറും കൂടി ലഭിച്ചിട്ടുണ്ട്. രണ്ട് ഓർഡറുകളുടെയും കൂടി കമ്പൈൻഡ് വാല്യൂ ഏകദേശം 2192 കോടിക്ക് അടുത്ത് വരും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഒക്ടോബർ മാസത്തിലും പവർ മെക് എന്ന കമ്പനിക്ക് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും 355 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചിരുന്നു. തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഈ ഓർഡറുകളുടെ ഇമ്പാക്റ്റ് അടുത്ത ക്വാർട്ടർലി റിസൾട്ടിലും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 20.9% വർദ്ധിച്ച് 932 കോടിയായി ഉയരുകയും പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 51.3 കോടിയായി ഉയരുകയും ചെയ്തു. അസറ്റ് ഹെവി മോഡലുള്ള ബിസിനസ് മോഡൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ടാണ് കമ്പനിയുടെ റവന്യൂവിന് പ്രൊപ്പോർഷണൽ ആവാത്ത രീതിയിലുള്ള പ്രോഫിറ്റ് നമ്മൾക്ക് കാണുന്നത്. അതേസമയം ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കൂടാതെ തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നത് ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റുമാണ്. പവർ മെക്കിനെ സംബന്ധിച്ചിടത്തോളം 4000 രൂപയുടെ സപ്പോർട്ടും 5000 രൂപയുടെ റെസിസ്റ്റൻസുമാണുള്ളത്. ഈ 5000 രൂപയ്ക്കിടയിൽ 4675, 4700 എന്ന സോണും ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് പതഞ്ജലി. ഇന്ന് പതഞ്ജലി 1.5% ഉയർന്ന് 1570 ക്ലോസിംഗ് നൽകി. പതഞ്ജലി എന്ന കമ്പനി റീസെൻ്റ്ലി നൽകിയ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിലെ കമ്പനിയുടെ ചില ഫ്യൂച്ചർ ബിസിനസ് പ്ലാനുകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ പതഞ്ജലി ഗ്രൂപ്പിൻ്റെ റവന്യൂ ടാർഗറ്റ് 45,000 കോടിയിലേക്ക് കമ്പനി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ എഡിബിൾ ഓയിൽ ബിസിനസ്സിൽ നിന്നും കമ്പനി 2 മുതൽ 4% എബിറ്റ മാർജിനായിരുന്നു ഇതുവരെ നേടിയത്. അത് 6% എബിറ്റ മാർജിനിലേക്ക് ഉയരുമെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ ഫുഡ് ആൻഡ് FMCG സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ ഷെയർ ഉയർത്താനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. മുമ്പ് ഫുഡ് ആൻഡ് FMCG സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ 50% ഉയർത്തുന്നതിന് 5 വർഷത്തെ കാലാവധി ആവശ്യമാണെന്ന് കമ്പനി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിലുള്ള വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഈ ടാർഗറ്റ് 3 മുതൽ 4 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത്. ഫുഡ് ആൻഡ് FMCG സെഗ്മെൻറ്റിലെ കഴിഞ്ഞ 6 മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് 18.4% നിന്നും 28.5% ഉയർന്നിട്ടുണ്ട്. കൺഫെക്ഷനറി സെഗ്മെൻറ്റിൽ കമ്പനി 10.6% എബിറ്റ ഗ്രോത്തോടുകൂടിയുള്ള വളർച്ച കൈവരിച്ചു. ഫുഡ് സെഗ്മെൻറ്റിൽ 4% എബിറ്റ മാർജിനോടുകൂടിയുള്ള വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 6 മാസത്തെ കമ്പനിയുടെ റവന്യൂ 16.67% വർദ്ധിച്ച് 4440 കോടിയായി മാറി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും മികച്ച ക്വാർട്ടർലി റിസൾട്ട് കമ്പനി നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 8524 കോടിയിൽ നിന്നും 7845 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. അതേസമയം കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് 112 കോടിയിൽ നിന്നും 284 കോടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ആക്സിസ് സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും പതഞ്ജലിക്ക് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. പതഞ്ജലി എന്ന സ്റ്റോക്കിലും നമ്മൾക്കൊരു ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 1250-നും 1500-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് 1500-ന് മുകളിൽ ഒരു ബ്രേക്കൗട്ട് നൽകുകയും 1570-നടുത്ത് സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയുമാണ്. 1500 എന്ന ലെവൽ സ്റ്റോക്ക് ആൾറെഡി റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾക്ക് ഫ്രഷ് ബൈയിങ്ങും കാണാൻ സാധിച്ചു. അതുകൊണ്ട് 1800, 1850 പോലുള്ള ടാർഗറ്റുകൾ പതഞ്ജലിയിൽ നിന്നും പ്രതീക്ഷിക്കാം. 1490, 1475 തുടങ്ങിയ ലെവലുകളുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ആക്സിസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് ലൗറസ് ലാബാണ്. ലൗറസ് ലാബിനെ ബൈ ചെയ്യാനും 467 മുതൽ 485 വരെയുള്ള ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലൗറസ് ലാബ് എന്ന സ്റ്റോക്കിലും നമ്മൾക്കൊരു റിവൈവൽ കാണാൻ സാധിച്ചു. സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ചാൽ 415 സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നു. അതിനുശേഷം സ്റ്റോക്ക് 430 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 450, 480 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 380 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആക്സിസ് സെക്യൂരിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് യൂണോ മിൻ്റെയാണ്. യൂണോ മിൻ്റെയുടെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിലും ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. 640 എന്ന ലെവലിന് മുകളിലാണ് സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നത്. അതിനുശേഷം ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇവിടെയും നമ്മൾക്ക് ചെറിയ ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു. ഇവിടെ നിന്നും 725, 750 പോലുള്ള ടാർഗറ്റാണ് യൂണോ മിൻ്റെയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ 625 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്